ഫസ്റ്റ് മൊഡ്യൂളില് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെൻട്രൽ മെഷർ ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് ഗീവ്സ് ദ ഹയസ്റ്റ് വാല്യൂ ഈസ്. അതായത് ചില മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഡേറ്റാ സെറ്റ് വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത് ഇതിലുള്ള ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡേറ്റ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഫോർ സെറ്റ് ഓഫ് ഡേറ്റ എന്നുള്ളതേ ഉള്ളൂ. ആ ഡേറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ നമ്മുടെ ജിയോമെട്രിക് മീൻ എന്നുള്ള അതുപോലെ തന്നെ നമ്മുടെ ഹാർമോണിക് മീൻ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിൽ മാത്രമേ അല്ലെങ്കിൽ നോൺ സീറോ ആയിട്ടുള്ള നമ്പേഴ്സിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് -1, 0, 1 ഈ ഒരു ഡേറ്റാ സെറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോമെട്രിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. കാര്യം എന്താണ്? നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടെത്താൻ കഴിയില്ല? ജോമെട്രിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടെത്താൻ കഴിയില്ല? നമുക്ക് ഹാർമോണിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇവിടെ എഴുതാം. അതായത് നമ്മളിപ്പം 0, 1 എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റ് എടുക്കുന്നു. ഇതിന്റെ ഹാർമോണിക് മീൻ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ രണ്ട് വാല്യൂസ് ആണല്ലോ ഉള്ളത്. ഹാർമോണിക് മീനിന്റെ ഡെഫിനിഷൻ വന്നിട്ട് എന്താണ്? ഇവിടെ മൊത്തം രണ്ട് വാല്യൂസ്, 2 ഡിവൈഡഡ് ബൈ 1/0 പ്ലസ് 1/1. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ 1/0, അതായത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 0 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ഹാർമോണിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ഇനി വേറൊരു ഡേറ്റാ സെറ്റ് എടുക്കാം, -1, 1. ഇവിടെ ഞാൻ ജോമെട്രിക് മീൻ കണ്ടുപിടിച്ച് നോക്കാം. -1 × 1 ദ ഹോൾ റൈസ് ടു 1/2, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഹോൾ റൈസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് തന്നെയാണ്. ഓക്കെ, ഇത് എന്താണ്? റൂട്ട് ഓഫ് -1. അതും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതായത് റൂട്ട് -1 ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ജോമെട്രിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എന്താണ് അതായത് ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ്, നമ്മൾ ഏതൊരു ഡേറ്റാ സെറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് ആരുടെ വാല്യൂ ആയിരിക്കും വലുതായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ് നമുക്കുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു റിസൾട്ടും അടിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. അരിത്തമെറ്റിക് മീൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു geometric mean, which is always greater than or equal to harmonic mean. ഈ ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവര് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ വേണം, അല്ലെങ്കിൽ നമ്പേഴ്സ് ചിന്തിക്കാനായിട്ട്. കാരണം 0 വന്നു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ കണ്ടെത്താൻ കഴിയില്ല, മൈനസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു ജോമെട്രിക് മീൻ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല.